ഫസ്റ്റ് എന്താണ് ഡാൻഡ്രഫ് എന്ന് നോക്കാം. അതായത് നമ്മൾ ഓയിലി സ്കാൽപ്പ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഈസ്റ്റിന്റെ അക്യുമുലേഷൻ കൂടുതലാണ്. ഈ 3 സ്റ്റെപ്പും കാരണമാണ് നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്. അപ്പൊ കീറ്റോകോണസോൾ ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പു ആണ്. കാരണം ഇതൊരു ആന്റി ഫംഗൽ ഷാമ്പു ആയതുകൊണ്ട് പിന്നെ ഫ്യൂച്ചറിൽ ഈസ്റ്റ് ഉണ്ടാവാതിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ ഈസ്റ്റ് ഇല്ലാതാകുമ്പോൾ തന്നെ നോർമലി ഇൻഫ്ലമേഷൻ പോവും. അല്ല നിങ്ങൾക്ക് അടുത്ത ലാസ്റ്റ് ആണ് ആ ഫ്ലേക്ക്നെസ്, അതായത് നമ്മൾ ആ പൊടി എന്ന് പറയുന്ന സാധനം അതിനെ മാറ്റാം. അപ്പം ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ആ വെള്ളപ്പൊടി മാറ്റാനായിട്ട് ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾ ആ പൊടി മാറ്റിക്കൊണ്ടിരിക്കുന്നതിന് ഒരു സൈഡിൽ കൂടെ നിങ്ങൾ പൊടി മാറ്റും സാലിസിലിക് ആസിഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട്, പക്ഷെ മറുവശത്തോട്ട് ഈസ്റ്റ് വളർന്നുകൊണ്ടിരിക്കും, വീണ്ടും പൊടി വന്നുകൊണ്ടിരിക്കും. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരിക്കലും ഡാൻഡ്രഫ് പകരത്തില്ല. പക്ഷേ എന്നിട്ട് വീണ്ടും നമ്മൾ റീയൂസ് ചെയ്യും. അപ്പൊ ഇത് നമ്മുടെ തലയിലോട്ട് തന്നെ വരും. ഉണ്ടാവുന്ന ഒരു ഈസ്റ്റ് കാരണമാണ്, അതിന്റെ ആഹാരമാണ് ഓയിൽ. നമ്മളിപ്പോൾ തലയിലോട്ട് ഓയിൽ കൊടുക്കുകയാണെങ്കിൽ ഡാൻഡ്രഫ് വരും. പെട്ടെന്ന് നമുക്ക് ഡ്രൈ സ്കാൽപ്പ് മനസ്സിലാക്കുക എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങളുടെ പൊതുവെ ഒരു ഡ്രൈ സ്കിൻ ആയിരിക്കും ബോഡി ഫുള്ള്. ഡെയിലി നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഷാമ്പു ആന്റി ഫംഗൽ ഷാമ്പു യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഡെയിലി മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാം. ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡാൻഡ്രഫിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഡാൻഡ്രഫ് ഒരുവിധം 80% ഓഫ് ദി ആൾക്കാർക്ക് വന്നിട്ടുണ്ടാവുന്ന ഒരു സാധനമാണ് ഡാൻഡ്രഫ്. ഒന്നുകിൽ വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഫ്യൂച്ചറിൽ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഡാൻഡ്രഫ്, എന്തുകൊണ്ട് വരുന്നു, പിന്നെ അത് നമുക്ക് എങ്ങനെ മാറ്റാം, പിന്നെ നമ്മൾ ഈ കുറച്ച് ടിപ്സ് അത് യൂസ് ചെയ്യത്തില്ല, അതൊക്കെ സത്യത്തിൽ ഡാൻഡ്രഫിൽ ഫലിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ് ഡാൻഡ്രഫ് എന്ന് നോക്കാം. ഡാൻഡ്രഫ് എന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ പ്രത്യേകിച്ചും ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാർക്കാണ് ഡാൻഡ്രഫ് വരുന്നത്. നമ്മുടെ തലയിൽ ഓയിലി ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫംഗസ് നമ്മുടെ സ്കാൽപ്പിൽ വളരാനുള്ള ചാൻസ് കൂടുതലാണ്. സ്കാൽപ്പിലല്ല, എവിടെ നമുക്ക് മഞ്ഞിന് ഓയിൽ കണ്ടന്റ് ഉണ്ടോ അവിടെയൊക്കെ ചെറുതായിട്ട് പൂപ്പൽ വരത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കാൽപ്പ് ഓവറായിട്ട് ഓയിലി ആകുമ്പോഴത്തേക്ക് ഡാൻഡ്രഫിന് വളരാൻ, അതായത് ഈ ഫംഗസിന് വളരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊരു ടൈപ്പ് ഈസ്റ്റ് ആണ് ഈ ഡാൻഡ്രഫ് ആയിട്ട് മാറുന്നത്. മലസീസിയ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഈസ്റ്റ്. ഈ സാധനം വന്നു കഴിഞ്ഞാൽ മാറ്റാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്, പക്ഷെ മാറ്റിക്കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരാനും പറ്റത്തില്ല. പിന്നെ ഇത് സ്കാൽപ്പിൽ മാത്രമല്ല ഡാൻഡ്രഫ് ആയിട്ട് നിൽക്കുന്നത്. സെബറിയൽ ഡെർമറ്റൈറ്റിസ് എന്ന് വെച്ചാൽ വേറൊരു കണ്ടീഷനായിട്ട് നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡുകളിൽ, നമ്മുടെ താടിയിൽ, പ്രത്യേകിച്ചും ഈ താടിയുള്ള ആണുങ്ങൾക്കില്ല, അവർക്ക് താടിയിൽ, പിരിയത്തിൽ, കൺപീലിയിൽ വരെ ഡാൻഡ്രഫ് വരാൻ ചാൻസ് ഉണ്ട് സെബറിയൽ ഡെർമറ്റൈറ്റിസ് ആയിട്ട്. അപ്പം അത്രയും എക്സ്റ്റെൻഡ് ആയിട്ട് നിങ്ങൾക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. പക്ഷെ അത്രയും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഡാൻഡ്രഫാണ്, തലയിൽ ഡാൻഡ്രഫ്, പിന്നെ നമ്മുടെ നെറ്റിയുടെ ഫോർഹെഡ് ബാക്കിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്ത്, പിന്നെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷും ബോഡി വാഷും ഒക്കെ യൂസ് ചെയ്ത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം നല്ല ഇച്ചിനെസ്സും നല്ല സ്കെയിലി, നല്ല പൊടി നന്നായിട്ട് നമുക്കത് ആ ഒരു ഓയിൽ യെല്ലോ കളറായിട്ടല്ലേ ഇത് കൂടുതൽ വരുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും ഒരു ഡോക്ടറിനെ കാണുക. കാരണം നമുക്ക് അകത്തോട്ട് മരുന്നും കൂടെ ആൻറ്റി ഫംഗൽ മെഡിക്കേഷൻസും കൂടെ എടുത്താൽ മാത്രമേ ഈ ഡാൻഡ്രഫ് മാറത്തുള്ളൂ. ഡാൻഡ്രഫ് ഉണ്ടാകാൻ പ്രധാനമായിട്ട് 3 സ്റ്റെപ്പുകൾ ഉണ്ടാവുന്നത്. അതായത് നമ്മൾ ഓയിലി സ്കാൽപ്പ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഈസ്റ്റിൻ്റെ അക്യുമുലേഷൻ കൂടുതലാവും. ഈസ്റ്റ് കൂടുമ്പോഴത്തേക്ക് ആ ഈസ്റ്റ് അവിടെ ഇരുന്നിട്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഇൻഫ്ലമേഷൻ, അതായത് റെഡ്നെസ്സും ചൊറിച്ചിലും ഒക്കെ വരും. അത് കാരണം ഈ പിന്നെ ആ പൊടിയ ഫ്ലേക്കിനെസ്സാവും. ഈ 3 സ്റ്റെപ്പും കാരണമാണ് നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ 3 രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ്ലി മാറാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ ആ ഒരു ഈസ്റ്റിനെ, അല്ലെങ്കിൽ ആ ഡാൻഡ്രഫ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനെ തന്നെ കൊന്നു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷനും അത് തന്നെ സ്കെയിലിങ്ങും നാച്ചുറലി ഇല്ലാണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസ്റ്റിനെ മാറ്റാം എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ ഈസ്റ്റിനെ മാറ്റാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കീറ്റോകോണസോൾ ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പു ആണ്. കാരണം ഇതൊരു ആൻറ്റി ഫംഗൽ ഷാമ്പു ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഈസ്റ്റിനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റും, നശിപ്പിക്കാൻ പറ്റും. അപ്പം ഈ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ, അതായത് കീറ്റോകോണസോൾ ഉള്ള ഷാമ്പു, കേസർ ലോഷൻ എന്നൊക്കെ പറയുന്ന ഷാമ്പു നമ്മുടെ തലയിലോട്ട് തേക്കുമ്പോഴത്തേക്ക്, ഇപ്പം നമ്മൾ തേച്ചിട്ട് 3 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ആക്റ്റീവ് പീരീഡ് ആകും. അപ്പോൾ ഈ പീരീഡ് കാരണം ഈസ്റ്റിന് അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. അതായത് അവിടുത്തെ ഓയിൽ അവർക്ക് ജീവിക്കാൻ ഒരു സാഹചര്യം വേണ്ട, ആ സാഹചര്യം ഹാബിറ്റാറ്റിനെ നശിപ്പിച്ചിട്ട് നമുക്ക് ഈസ്റ്റിനോട് വളരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അത് കാരണം നമുക്ക് പിന്നെ ഫ്യൂച്ചറിൽ ഈസ്റ്റ് ഉണ്ടാവാതിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത് ഇൻഫ്ലമേഷനും ഫ്ലേക്ക്നെസ് പിന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ആ ഒരു പ്രോസസ്സ്. കീറ്റോകോണസോൾ ഷാമ്പു യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിങ്ക് പൈറത്തോൺ എന്ന് പറയുന്ന ഷാമ്പു യൂസ് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. എക്സസീവായിട്ട് ഉണ്ടെങ്കിൽ കീറ്റോകോണസോളോ സിങ്ക് പൈറത്തോണോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കീറ്റോകോണസോൾ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ സ്ഥിരം പണ്ട് മുതലേ യൂസ് ചെയ്തൊരു ഷാമ്പു, നമ്മുടെ വീടുകളിലൊക്കെ കോമൺ ആയിട്ടുള്ളൊരു ഷാമ്പു യൂസ് ചെയ്താൽ നമുക്കിത് മാറ്റും. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സും ഒരു നല്ല ആൻറ്റി ഫംഗൽ ഷാമ്പു ആണ് കേട്ടോ. അതിനകത്ത് അതും നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഈസ്റ്റിൻ്റെ വളർച്ചയെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
രണ്ടാമത്താണ് ഇൻഫ്ലമേഷൻ ഈസ്റ്റ് ഇല്ലാതാകുമ്പോൾ തന്നെ നോർമലി ഇൻഫ്ലമേഷൻ പോവും. അല്ല നിങ്ങൾക്ക് എക്സസീവായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ പോയി കാണും. കാരണം അത്രയും ചൊറിച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് പ്രിസ്ക്രൈബ്ഡ് സ്റ്റിറോയിഡ്സ് തരും. അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ആ ചൊറിച്ചിൽ മാറ്റാനുള്ള സ്റ്റിറോയിഡ്സ് തരും. അതെടുക്കുന്നതാണ് ഏറ്റവും സേഫ്. നമുക്ക് എക്സസീവായിട്ട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇൻഫ്ലമേഷനൊക്കെ ഒരുപാട് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈസ്റ്റിനെ ട്രീറ്റ് ചെയ്ത് കളയുമ്പോൾ തന്നെ നമുക്ക് ആ ഇൻഫ്ലമേഷനൊക്കെ സബ്ഡ്യൂ ആയിട്ട് പോകും. പക്ഷെ ചില സമയത്ത് ഇത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല ഇൻഫ്ലമേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു ഡോക്ടറിനെ കണ്ടിട്ട് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷനാണ് കഴിക്കേണ്ടത്. അടുത്ത ലാസ്റ്റാണ് ആ ഫ്ലേക്ക്നെസ്, അതായത് നമ്മൾ ആ പൊടി എന്ന് പറയുന്ന സാധനം അതിനെ മാറ്റാം. ഇപ്പം നിങ്ങൾക്ക് ആ പൊടിയാണ് മാറ്റുന്നുള്ളെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഈസ്റ്റ് ഉണ്ടായി, ആ ഈസ്റ്റ് അല്ല, താരനല്ല, താരൻ ഉണ്ടാക്കുന്ന സാധനമല്ല ഈ പൊടിയായിട്ട് വരുന്നത്. നമ്മുടെ സ്കിൻ ഇൻഫ്ലമേഷൻ കാരണമാണ് ഫ്ലേക്കി ആയിട്ട് മാറുന്നത്, സ്കാൽപ്പ് സ്കിൻ. അപ്പം അത് മാറ്റാനായിട്ട് ഏറ്റവും നല്ലത് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു ആണ്. അത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൊടി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആവും. സ്കാൽപ്പ് ക്ലീൻ ആവുന്നതോടുകൂടി ഈസ്റ്റിന് വളരാനുള്ള ഇത് കിട്ടത്തില്ല. അപ്പോൾ ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ആ വെള്ളപ്പൊടി മാറ്റാനായിട്ട് ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യരുത്. ഡാൻഡ്രഫ് എന്തുകൊണ്ട് ഉണ്ടാവുന്നോ അത് മാറ്റാൻ വേണ്ടിയിട്ട് വേണം എപ്പോഴും ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ആ പൊടി മാറ്റിക്കൊണ്ടിരിക്കുന്നതിന് ഒരു സൈഡിൽ കൂടെ നിങ്ങൾ പൊടി മാറ്റും സാലിസിലിക് ആസിഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട്. പക്ഷെ മറുവശത്തോട്ട് ഈസ്റ്റ് വളർന്നുകൊണ്ടിരിക്കും, വീണ്ടും പൊടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും താരം മാറാൻ പോണില്ല. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ കീറ്റോകോണസോൾ ഷാമ്പു യൂസ് ചെയ്ത് ഈസ്റ്റിനെ കൊല്ലേ ഞാനൊരു ഇതായിട്ട് പറയാം, ഈസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം സാലിസിലിക് ആസിഡ് ഷാമ്പു യൂസ് ചെയ്യാം. അതല്ല നിങ്ങളിപ്പോൾ ഡെയിലി ഷാമ്പു ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീക്കിലി വൺസോ ടോയ്സോ മാത്രം നമ്മൾ ഈ ഒരു കീറ്റോകോണസോൾ ഷാമ്പു യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഷാമ്പു ചെയ്യുമ്പോഴത്തേക്ക് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പു ആണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി ആൾക്കാർ വരുന്ന കുറച്ച് ഡൗട്ടുകളാണ്, ഡാൻഡ്രഫ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമോ, പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും ഹെറിഡിറ്റി ആയിട്ട് ഡാൻഡ്രഫ് വരുമോ, ഇങ്ങനെ കുറച്ച് ഡൗട്ട്സ് ആൾക്കാർക്കുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരിക്കലും ഡാൻഡ്രഫ് പകരത്തില്ല. പക്ഷേ എന്താ ഉണ്ടാവണേന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എനിക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സാധനം പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്താലും എത്ര ഷാമ്പു എത്ര പൈസയുള്ള ഷാമ്പു യൂസ് ചെയ്താലും നമ്മുടെ ഡാൻഡ്രഫ് നമ്മുടെ തലയിൽ നിന്ന് പോകില്ല. എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് നമ്മുടെ ടവൽ വെച്ച് ഹെയർ വാഷ് ചെയ്ത് തുടച്ചെടുത്തു. ആ തുടയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും ഡാൻഡ്രഫ് ഉണ്ട്, നമ്മൾ ആ ക്ലോത്ത് എടുത്ത് അതേ കണക്ക് അവിടെ വയ്ക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ റീയൂസ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ തലയിലോട്ട് തന്നെ വരും. അപ്പോൾ നമ്മുടെ തലയിലുള്ള സാധനമല്ലേ, അപ്പോൾ വീണ്ടും കണ്ടിന്യൂസ് വരും. അങ്ങനെ തോത്തിൽ നിന്ന് നമുക്ക് ഡാൻഡ്രഫ് വരാം. സെയിം കോഴ്സ് നമ്മുടെ നമ്മൾ കോമ്പ് നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ തലയിൽ ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അടുത്ത വശത്ത് നമ്മൾ ഡാൻഡ്രഫ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോമ്പ്, നമ്മുടെ ടവൽസ്, നമ്മളെ പില്ലോ കേസൊക്കെ നമ്മൾ ഇതിൻ്റെ കാര്യത്തിൽ പറയത്തില്ല, മൂക്കുരുവിൻ്റെ കാര്യത്തിൽ പറയത്തില്ല, നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. സെയിം തന്നെ നമ്മൾ ഇവിടെയും ചെയ്യണം. അതായത് ഡാൻഡ്രഫ് ആയാലും പിമ്പിൾസ് ആയാലും എന്തായാലും പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ടവൽസ്, കോമ്പ്, പിന്നെ നിങ്ങൾ മറ്റേ പില്ലോ സാറ്റിൻ്റെ പില്ലോ ഹെഡ് കവർ യൂസ് ചെയ്തിട്ടാണ് നൈറ്റ് കിടക്കണമെങ്കിൽ അത് എല്ലാം നല്ല ചൂടുവെള്ളത്തിൽ കഴുകാനായിട്ട് ശ്രദ്ധിക്കും. സാറ്റിൻ ചൂടുവെള്ളത്തിൽ കഴുകിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻറ്റി ഫംഗൽ അല്ലെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലേ, അത് വെച്ചിട്ട് അത് പ്രോപ്പറായിട്ട് ട്വൈസിനെ ഡേയിൽ വീക്കിലി ട്വൈസ് കഴുകാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്താണ് ഹെയർ ഓയിലിങ്ങും ഡാൻഡ്രഫ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഡാൻഡ്രഫ് എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ഒരു ഈസ്റ്റ് കാരണമാണ്. അതിൻ്റെ ആഹാരമാണ് ഓയിൽ. നമ്മളിപ്പോൾ തലയിലോട്ട് ഓയിൽ കൊടുക്കുകയാണെങ്കിൽ ഡാൻഡ്രഫ് വരും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് തലയിൽ താരനുണ്ടെങ്കിൽ ആരും പ്രീ ഓയിലിങ് അങ്ങനത്തെ സംഭവങ്ങളിലോട്ടൊന്നും പോലും 30 മിനിറ്റ് ഒന്നും തലയിൽ ഹെയർ ഓയിൽസ് തേച്ച് വയ്ക്കരുത്. നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുന്നേ ഒരു പ്രീ ഓയിൽ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നീമിൻ്റെയൊക്കെ ഓയിലില്ല. കാരണം നീം ഓയിൽ കുറച്ചൊരു ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആയതുകൊണ്ട് അത് വളരെ കുറച്ചൊരു നമ്മൾ എത്ര വലിയ തലയായാലും ഒരു 3-4 ഡ്രോപ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് തേക്കാൻ വേണ്ടി മാത്രം തേച്ചിട്ട്, പിന്നെ കുറച്ച് ആൻറ്റി ഫംഗൽ ബെനിഫിറ്റ്സ്, വളരെ കുറച്ച് ആൻറ്റി ഫംഗൽ ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നീം ഓയിലൊക്കെ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് ഒരു മാക്സിമം 5 മിനിറ്റ്, അതായത് നിങ്ങൾ തലയിൽ തേച്ചിട്ട് നേരെ കുളിക്കാൻ കയറുക, കുളിച്ചിറങ്ങുക. അല്ലാണ്ട് ഒരുപാട് നേരം അത് തലയിൽ വയ്ക്കരുത്. കാരണം അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാൻഡ്രഫ് കൂടാനുള്ള ചാൻസാണ് വരുന്നത്. കാരണം നമ്മളൊരു ഇത് കൊടുക്കുകയല്ലേ. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ, സാലിസിലിക് ആസിഡ് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങളുടെ തലയിൽ താരം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്ലേക്കിനെസ് അല്ലെങ്കിൽ ആ വെള്ളപ്പൊടി അല്ലെങ്കിൽ ആ പൊടി, മഞ്ഞപ്പൊടി, ഇതൊന്നും
ഡാൻഡ്രഫ് കാരണമല്ല ഉണ്ടാവുന്നത്, സിറോസിസ് അതായത് നമുക്ക് ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് കാരണമാണ് ഉണ്ടാവുന്നത്. ഓൾമോസ്റ്റ് ഇത് രണ്ടിനും ഒരേ സിംറ്റംസ് ആണ്, ചൊറിച്ചിൽ, ഇൻഫ്ലമേഷൻ, ഫ്ലേക്കിനെസ്. അപ്പോൾ മനസ്സിലാക്കാനായിട്ട് ചെറിയ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നമ്മൾ കുളിക്കാതിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ അത്ര ഓയിലി ആവത്തില്ല, ഈ ഡ്രൈ സ്കാൽപ്പാണ് റീസൺ എങ്കിൽ. അപ്പോൾ അവിടെ ഫംഗസ് അല്ല, സിറോസിസ് ആണ്. അപ്പോൾ നമ്മൾ ഈ എക്സസീവ് ആയിട്ട് സാലിസിലിക് ആസിഡും കീറ്റോകോൺസോളും ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹെയർ കൂടുതൽ ഡ്രൈ ആവും, സ്കാൽപ്പ് കൂടുതൽ ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും മൈൽഡ് ഷാംപൂസ് വേണം യൂസ് ചെയ്യാൻ. ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡൗട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണ്, ഇത് ഡ്രൈ സ്കാൽപ്പ് ആണോ അതേ ഡാൻഡ്രഫ് ആണോ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കണ്ടിട്ട് അവരുടെ റെക്കമെൻഡേഷൻ എന്താണോ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കൺഫേം ആണ് എൻ്റെ ചെറിയ ഡാൻഡ്രഫ് ആണെന്ന് കൺഫേം ആണെങ്കിൽ കീറ്റോകോൺസോൾ ഷാമ്പും അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ഷാമ്പും കൂടെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ്, അപ്പം പെട്ടെന്ന് നമുക്ക് ഡ്രൈ സ്കാൽപ്പ് മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളത് പൊതുവേ ഒരു ഡ്രൈ സ്കിന്നായിരിക്കും ബോഡി ഫുള്ള്. അതുകൊണ്ട് നിങ്ങൾക്ക് തലയിൽ മാത്രമല്ല, ശരീരത്തെ കാലിൽ, കയ്യിൽ എവിടെയെങ്കിലുമൊക്കെ അതുപോലെ നല്ല ചൊറിച്ചിൽ വരാൻ ചാൻസ് കൂടുതലാണ്. അവിടെ ശരീരത്ത് തന്നെ നിങ്ങൾക്ക് ആ പൊടി കാലിലും കയ്യിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ആ ചൊറിയുമ്പോഴത്തേക്ക് ഒരു വെള്ളപ്പൊടി വരും. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 90% സിറോസിസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെപ്പോഴും ജെന്റിലായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക. കാരണം നമ്മുടെ സ്കാൽപ്പിലുള്ള നാച്ചുറൽ ഓയിൽ നമുക്ക് സ്ട്രിപ്പ് ഔട്ട് ചെയ്യണം. സിറോസിസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഓയിലും വളരെ ബെനിഫിറ്റ് ആണ്. കാരണം ഓൾറെഡി ഓയിൽ ഇല്ലാത്ത സ്കാൽപ്പ് നമുക്ക് കുറച്ച് ഓയിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് നറിഷ്മെൻറ്റ് കിട്ടും. മുടി വളരാനൊന്നും പോണില്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു എണ്ണയുടെ ഇതുള്ളത് നമുക്കൊരു നറിഷ്മെൻറ്റ് കിട്ടും. പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു കോമൺ മിസ്റ്റേക്കാണ്, നമ്മൾ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യും പക്ഷെ ആരും കണ്ടീഷണർ യൂസ് ചെയ്യത്തില്ല ഹെയർ ലെങ്ത്തിൽ. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളിപ്പോൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിനുശേഷം മസ്റ്റായിട്ടും ഒരു കണ്ടീഷണർ ഫോളോ അപ്പ് ചെയ്യുക. സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് വയ്ക്കുക. മാക്സിമം ഡെയിലി ഷാമ്പു ചെയ്യാൻ പറ്റുമെങ്കിൽ, ഷാമ്പു വാഷ് ചെയ്യാൻ പറ്റുമെങ്കിലും ഡെയിലി ഷാമ്പു വാഷ് ചെയ്യുക. നിങ്ങളുടെ ഹെയർ ഒന്നും പോകാൻ പോകില്ല. കാരണം ഓയിൽ മാക്സിമം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെയിലി നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഷാമ്പു, ആൻറ്റി ഫംഗൽ ഷാമ്പു യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഡെയിലി മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാം. നമ്മുടെ ലോറിയൽ പാരിസിന് ഹൈലൂറോണിക് ആസിഡ് റേഞ്ചിലുള്ള ഷാമ്പു ഒക്കെ വളരെ മൈൽഡാണ്, അതത്ര ഒരുപാട് സ്ട്രിപ്പ് ഔട്ട് ചെയ്യത്തില്ല. അവരുടെ കണ്ടീഷണർ യൂസ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഓയിലിയാണ്, നിങ്ങൾ പുറത്ത് പോയി അഴുക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈസ്റ്റിന് വളരാനുള്ള ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഒരുപാട് ഇച്ചിനെസ്സും ഒരുപാട് ഫ്ലേക്ക്നെസ്സും ഒരുപാട് ഇൻഫ്ലമേഷനും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഈസ്റ്റ് ഡാൻഡ്രഫാണ് തലയിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു ഡോക്ടറിനെ പോയി കണ്ടിട്ട് അകത്തോട്ട് മെഡിക്കേഷൻ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഡാൻഡ്രഫും ഡ്രൈ സ്കാൽപ്പും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു ഐക്കാർഡിലൊരു വീഡിയോ കൊടുക്കാം. അതിനകത്ത് ഞാൻ കറക്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ സ്കാൽപ്പും ഡാൻഡ്രഫും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോയും കൂടെ ഒന്ന് കാണുക. കൂടുതലായിട്ടും വരുന്നത് ഡ്രൈ സ്കാൽപ്പിലാണെങ്കിൽ വൈറ്റ് പൊടികളായിരിക്കും, ഡാൻഡ്രഫിലാണെങ്കിൽ യെല്ലോ കളറായിരിക്കും. ആ ഒരു ഫ്ലേക്കിനെസ് ഭയങ്കര ഒരു വൈറ്റിഷ് യെല്ലോ കളറായിരിക്കും. പിന്നെ കൂടുതൽ ഇച്ചിനെസ് ആയിരിക്കും ഡ്രൈ സ്കാൽപ്പിന്. ഡാൻഡ്രഫ് കമ്പയർ ചെയ്യുമ്പോൾ എക്സസീവായിട്ട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിലുള്ള ഇച്ചിനെസ് അല്ല, മൈൽഡായിട്ട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ചൊറിയും. പക്ഷേ ഡ്രൈ സ്കാൽപ്പാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തല മാത്രമല്ല ശരീരം മൊത്തം ചൊറിയും. പിന്നെ ഡ്രൈ സ്കിൻ, അതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഡിഫറൻസ്. നിങ്ങൾക്ക് ഇത് നോക്കാം, ഐക്കാർഡിൽ ഞാൻ ഡിഫറൻസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡാൻഡ്രഫിനെ പറ്റിയിട്ടായിരുന്നു. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ എല്ലാ തേഴ്സ്ഡേസിലും സൺഡേസിലും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. ടിൽ ദെൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.